സ്റ്റാഫും അപ്പോയിൻറ്റ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാട്ടർ എല്ലാം കൊടുക്കും, ബിസിനസ് കൊടുക്കും, സർവീസ് കൊടുക്കും. സാറിന് കിട്ടുക 25 ലക്ഷത്തിൻ്റെ 11.5% ഇപ്പോൾ കിട്ടും. ഏതാണ്ട് 23,000 രൂപ ആവറേജ് മന്ത്ലി കിടക്കും. പക്ഷേ ആനുവലി എടുത്ത് ഈസി 2-2.5 ലക്ഷം രൂപ പ്ലസ് അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് 1000-ന് മുകളിലുള്ള ട്രാൻസാക്ഷൻ പെർ ട്രാൻസാക്ഷൻ 10 രൂപ. ഓക്കെ, 3 കൊല്ലത്തെ എത്തിക്കണം. 3 കൊല്ലം കഴിഞ്ഞ് സാറ് പണം പിൻവലിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഡിവിഡൻഡ് ഷെയർ കിട്ടുന്നില്ല. ട്രാൻസാക്ഷൻ എമൗണ്ട് വന്നു അവിടെ നടക്കുന്ന ആ 10 രൂപ ട്രാൻസാക്ഷൻ 1010 അതിൽ 3 രൂപ. ഇവിടെ നമുക്ക് ഒരു യാതൊരു ടെൻഷൻ ജസ്റ്റ് ഫൗണ്ടർ മെമ്പർ പേഴ്സൺ അടുത്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചാണ്. ഇതോട്ട് ബ്രാഞ്ച് സാറിൻ്റെ ഫ്രണ്ടാണ് 40 lakhs ആണ്. അതിൻ്റെ 15% അദ്ദേഹത്തിന് വർഷം പ്ലസ് അവിടെ നമുക്ക് ട്രാൻസാക്ഷൻ പറ്റും. അത് മാത്രമല്ല ബ്രാഞ്ച് മാനേജർ ബ്രാഞ്ചിൻ്റെ പ്രത്യേകത ബ്രാഞ്ച് എടുക്കുന്ന ആൾക്ക് അതിൻ്റെ മകളോ ക്വാളിഫൈഡ് ആണെങ്കിൽ ബ്രാഞ്ച് മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷ വെക്കണം. സൊസൈറ്റി ബുക്ക് ചെയ്ത് അർഹതയുള്ള ആണെങ്കിൽ ബ്രാഞ്ച് മാനേജറായിട്ട് ജോലി 10-15,000 സാലറി. ബ്രാഞ്ചിൽ നിർബന്ധമൊക്കെ കൊടുക്കണമെന്ന് മാനദണ്ഡമൊന്നുമില്ല. അർഹതയുണ്ടെങ്കിൽ കിട്ടും. ഇതും 5 കൊല്ലത്തേക്ക് ഇരുന്നിട്ടാണ് 5 years തന്നെയാണ് പണം കിട്ടും. കിട്ടുന്നത് കഴിഞ്ഞാൽ ആ റിട്ടേൺ കിട്ടില്ല, മാനുവൽ റിട്ടേൺ കിട്ടില്ല. പക്ഷേ 10 രൂപയുടെ ട്രാൻസാക്ഷൻ 1000 കൂടുതൽ 10 രൂപയുടെ ട്രാൻസാക്ഷൻ 5 രൂപ കിട്ടും. പക്ഷെ ലൈഫ് ടൈം വഴി കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. എന്താ കാരണം നാളെ ബാങ്കായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ പൊസിഷൻ സിമ്പിൾ ഇൻവെസ്റ്റ്മെന്റ് അവിടെ എല്ലാ പണമുള്ളവരും ശ്രദ്ധിക്കുന്നു. പണം കയ്യിലുള്ളവർ നോക്കുന്നു എവിടെ ഇത് സേഫായിട്ട് വിത്ത് റിട്ടേൺസ്. അതിന് ഏറ്റവും നല്ല മാർഗം എന്താ കാരണം കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പ്രൊഫഷണലി മാനേജ് ആൻഡ് സെൻട്രലി മാനേജ് വിത്ത് ബെസ്റ്റ് പ്രൊഫഷണൽ അസറ്റ് പോർട്ട്ഫോളിയോസ്. താഴേക്കല്ലോ തിരിച്ചു മുകളിൽ ആൻഡ് സപ്പോർട്ടഡ് ബൈ ഗെയിലു. എല്ലാ ആസ്പെക്റ്റും എടുത്ത് നോക്കിയാൽ നമ്മൾ പരിശോധിക്കുക. അനാലിസിസ് ആണ് പണമുറപ്പോഴൊക്കെ എന്താ ചെയ്യുന്നത്? അനാലിസിസിൽ നമ്മൾ മനസ്സിലാക്കും വിശകലനം എന്താണ് സ്റ്റാറ്റസ് എന്നിട്ടാണ് നമ്മൾ ഗുഡോ ബാഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പണം മുടക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്ക് നിക്ഷേപം സാധ്യതയായിട്ട് ചോദിക്കാം. ഇത് മറ്റൊരാളെ കൊണ്ട് എടുപ്പിച്ചാൽ നിൽക്കുന്ന 25 ലക്ഷം രൂപ നിങ്ങൾ പറഞ്ഞിട്ട് മറ്റൊരാൾ എടുത്താൽ ബ്രാഞ്ച് എടുത്താൽ നിങ്ങൾക്ക് 4% കിട്ടും. 25 ലക്ഷം 4% കിട്ടും. 40 ലക്ഷത്തിന് 4% കിട്ടും. പ്ലസ് ഒരു ക്രൂയിസ് കിട്ടുന്നു ദേശീയ ലാഭം. ഓക്കെ, ഇനി അടുത്തത് ഇന്നത്തെ ഒരു ബിസിനസ്സാണുണ്ട്. ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടല്ലേ? ഞാൻ വളരെ ഡീപ്പായിട്ട് വിൽക്കുക. നല്ലൊരു സെയിൽസ്മാൻ ആവുക. ഡയറക്ട് സെയിൽസ് പോവുക. ഷെയർ കൊണ്ട് 4% കമ്മീഷൻ കൊടുക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റ് വീട്ടിൽ 5%, 5 വർഷത്തേക്ക് 5 ലക്ഷം ചെയ്താൽ 50,000. 5,000ൻ്റെ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 3%, 15,000, 2 ലക്ഷത്തിൻ്റെ ഗോൾഡ് ഇൻകം പ്ലാൻ ചെയ്താൽ 20,000, അങ്ങനെ മൊത്തം 65,000 ഇതുപോലെ കമ്മീഷൻ. ഈ ഡയറക്റ്റ് കമ്മീഷൻ നിങ്ങൾക്ക് എവറി 7 days സെറ്റ് ചെയ്യും. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും ഒരുപാട് സെയിൽസ് ആക്ടിവിറ്റിയിൽ പോകുന്നതാണ്. പക്ഷേ വി ആർ നോട്ട് അവെയർ അബൌട്ട്. അറിയാതെ ഒക്കെ നമുക്ക് വേണ്ടി പല അഭിപ്രായങ്ങളും നല്ല വാർത്തകളും പറയും. നമുക്ക് വേണ്ടി പറയും ലിസ്റ്റ് ഉണ്ടാക്കുക. നല്ല ആൾക്കാരെ വെറുതെ ഇരുവരും സംസാരിക്കുന്നത് നിരന്തരമായിട്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമുക്ക് റവന്യൂ പോലെ കിട്ടും. കമ്മീഷനോടൊപ്പം തന്നെ ഇത് കിട്ടും. റവന്യൂ പോലെ ഇത്ര മനസ്സിലാക്കിയിരുന്ന ആ റവന്യൂ പോയിന്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് റാങ്കുകൾ റാങ്ക്സ് കിട്ടും. അതിൽ ആദ്യത്തെ റാങ്ക് എന്ന് പറയുന്നത് 15,000 റവന്യൂ പോയിന്റ് വരെ നിങ്ങൾ പേഴ്സണലി കിട്ടും. 15,000 റവന്യൂ പോയിന്റ് വരെ നിങ്ങൾ പേഴ്സണലി കിട്ടണം. ആ സമയം കൊണ്ട് നിങ്ങൾ 1.5 ലക്ഷം രൂപ 60 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടും. നിങ്ങൾ പ്രൊഡക്റ്റ് പഠിച്ചു, സ്കില്ലുണ്ടായി, ട്രെയിനിങ് ചെയ്തു, സൊസൈറ്റി പഠിച്ചു, ലേണിംഗ് ടൈമാണ്. അതിനുശേഷം ചെയ്യേണ്ടതുണ്ട് LIC ഡെവലപ്മെന്റ് ഓഫീസർ ചെയ്യുന്നതാണ്, ഏജന്റുമാരുടെ
അങ്ങനെ അവർ പ്രൊമോട്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ 50,000 രൂപ റവന്യൂ പോയിന്റ് വരുമ്പോൾ അവർ കമ്മീഷൻ കിട്ടും ഡയറക്റ്റ്. അപ്പോൾ റവന്യൂ പോയിന്റ് വരും. ആ റവന്യൂ പോയിന്റ് നമുക്ക് പോയിന്റ് എങ്ങനെ കണക്ട് 1004 പോയിന്റ്. അത് നേരത്തെയാണ്. അതാണ് ചോദിച്ചോട്ടറിയില്ല. ഷെയർ ഷെയർ മേടിച്ചാൽ 5 ലക്ഷം രൂപ പിന്നെ ഡെപ്പോസിറ്റ് ഒരു വർഷം കൊടുക്കാൻ 500 രൂപ 500 രൂപ കിട്ടാം. അങ്ങനെ ചെയ്തു. ആ പോയിന്റ് ഫില്ലേറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ 15 ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്രൊമോഷനായി ഈ റാങ്കിലേക്ക് ആ റാങ്കിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? പുതിയ പുതിയ ആൾക്കാരൊക്കെ ഞാൻ നിങ്ങളെ ആൾക്കാരെ നോക്കി നിങ്ങൾക്ക് വേണ്ടി ട്രെയിനിങ് നിങ്ങൾ ഇറങ്ങി മാർക്കറ്റ് ചെയ്യും. നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ മാർക്കറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇറങ്ങി പോയിന്റ് എനിക്ക് കൂടി കണക്കാവശ്യമുള്ളത് ഏജൻസിയാണ്. ഏജൻസി റിക്രൂട്ട്മെന്റ് നിർബന്ധമല്ല. നിങ്ങൾക്കൊരു LIC ഏജന്റിനെ പോലെ എത്ര വേണം ഇറക്കി വിൽക്കാം. പ്ലസ് അങ്ങനെ വിറ്റ് പോകുന്ന സമയത്ത് ഈ കോളേജുകളിൽ നിന്ന് കൂടി കൂടി വരും. ആ കൂട്ടത്തിൽ നല്ല വെളുപ്പിനായിട്ടുള്ള ആൾ വരികയാണ്. ഡെവലപ്മെന്റ് ഓഫീസർമാർ എന്താ ചെയ്യുക? അവരെന്താ ചെയ്യുന്നത്? അവരെ ഏജന്റുമാര് അതേപോലെ നിങ്ങൾക്ക് 5 MMs വെച്ച് കഴിഞ്ഞാൽ അവരെ കൂടെ ജയിച്ചാൽ നമ്മുടെ റവന്യൂ പോയിന്റ് കൊടുക്കും. അതിന്റെ അടുത്ത റാങ്കിലേക്ക് 15,000 സാലറി പ്ലസ് നിങ്ങളുടെ കമ്മീഷൻ വരും. സ്വാഭാവികമായിട്ടും അവരെ ട്രെയിൻ ചെയ്തിട്ട് അവർ നമ്മുടെ റാങ്കിലേക്ക് വരെയല്ല നോക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത റാങ്കിലേക്ക് വീട് അവർ മാനേജർ അപ്പോൾ 30,000 സാലറി 60,000 10 ലക്ഷം രൂപ സാലറി. പിന്നെ അലവൻസ് വേറെ ഇതെല്ലാം കൂടി ഉണ്ടാവും. വേറെ ചെറിയ ചെറിയ കാര്യമായിട്ട് അവസാനിക്കും. ബൈനോപ്പേൽ നടത്തുമല്ലോ ആദ്യം പറഞ്ഞ 10,000 കാറ്റ് നിങ്ങൾ ഓരോരുത്തരും ഇതാണ് സംഘടിപ്പിക്കുക. വീഡിയോ മൂന്നാമത്തെ വീഡിയോയിൽ പ്രത്യേകം പറയും മൊത്തം വരുന്ന റവന്യൂ പോലെ ടീമിലൂടെ വരുന്ന റവന്യൂ 100 വെച്ച് കണക്കാണ്. അത്ര മനസ്സിലാക്കിയാണ്.